ബിരിയാണി റൈസ് ചലഞ്ച് ഡേ 2. ഓരോ സബ്സ്ക്രൈബറിന് ഓരോ സ്പൂൺ അരി വെച്ചിട്ട് നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് നമ്മൾ ഈ കലത്തിലേക്ക് മാറ്റി വെക്കും. 30-ാം നാൾ നമ്മൾ എത്രയാണോ ഈ ചെമ്പിൽ കളക്ട് ചെയ്ത അരി, ആ അരിക്ക് ഈക്വലായിട്ട് നമ്മൾ ബിരിയാണി വെച്ച് പാവപ്പെട്ട ഓട്ടിസം ബാധിച്ച പിള്ളേരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും ഓരോ പാവപ്പെട്ട ആളുടെ ഒരു നേരത്തെ ആഹാരമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. ഇന്ന് നമുക്ക് കയറിയിട്ടുള്ളത് 55 സബ്സ്ക്രൈബേഴ്സ്. 55 സബ്സ്ക്രൈബേഴ്സിന് 55 സ്പൂണ്. ഇന്നലെ നമ്മുടെ വീഡിയോന് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പറ്റിപ്പാണ്, ഉടായിപ്പാണ് എന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങളൊരു ഓട്ടിസം ബാധിച്ച പിള്ളേരുള്ള അവരെ സംരക്ഷിക്കുന്ന ഒരു ട്രസ്റ്റിൽ പോയിട്ട് അവരെ കണ്ടിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് പറയില്ല. 51, 52, 53, 54, 55. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളക്ട് ചെയ്ത അരി എന്ന് പറയുന്നത് 55 സ്പൂണാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് കൂടിയാൽ തന്നെയാണ് നമുക്ക് ഈ ചെമ്പിലെ അരിയുടെ അളവ് കൂടുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ നാളെ ഫോളോവേഴ്സിനനുസരിച്ച് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.